പി രാജേഷ് ആദ്യം CPM-ന്റെ കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് നിലനിർത്താനുള്ള ശ്രമം നടത്താതെ പടവലങ്ങ പോലെ താഴോട്ടാണല്ലോ. 44,000 38, 38 36, 36 34. ഇനി അത് 30-ലേക്ക് താഴേക്ക് പോവാതെ MP രാജേഷ് നോക്കട്ടെ. ഷാഫി പറമ്പിലുമായിട്ടുള്ള ഡീലെല്ലാം ഇനി പാലക്കാട് നടക്കില്ല. BJPയെ പരാജയപ്പെടുത്താൻ, NDA പരാജയപ്പെടുത്താൻ കുറേ കാലമായല്ലോ ഷാഫിയും രാജേഷും തമ്മിലുള്ള ഡീല്. ആ ഡീൽ ഇനി പാലക്കാട് നടക്കില്ല. രാജേഷ് ആദ്യം CPM-ന്റെ വോട്ട് നിലനിർത്തിയിട്ട് ആ വോട്ട് നിലനിർത്തിയ ശേഷം ഞങ്ങളെ ഉപദേശിക്കാൻ വരട്ടെ. CPM ഉള്ള വോട്ട് നിലനിർത്തട്ടെ എന്നുള്ളതാണ് BJPയുടെ നിലപാട്. അപ്രസക്തമെന്ന് LDF ക്യാമ്പിൽ നിന്ന് മന്ത്രിക്ക് പറയാം. അതിനപ്പുറത്തേക്ക് നടത്തേണ്ട പ്രവർത്തനങ്ങൾ നടത്തി തിരിച്ചെത്താം. ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി, ശോഭാ സുരേന്ദ്രനും ഒക്കെ ഉണ്ട് കൂടെ. നമുക്ക് അഷ്കർ അലി കരിമ്പയിലേക്ക് ഒന്ന് പോകാം. ഇങ്ങനെ മാസായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ രണ്ടുപേരും തగ్గടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ UDF എന്താണ് പറയാനുള്ളതെന്ന് അറിയണം. അഷ്കർ അലി കരിമ്പ, മത്സരം UDF-ഉം LDF-ഉം തമ്മിലെന്നാണ് മന്ത്രി MP രാജേഷ് പറയുന്നത്. പക്ഷെ ആർക്കും തമ്മിലാണ് മത്സരമെങ്കിലും ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പ്രവർത്തകർ പറയുന്നത്. വലിയ ആവേശത്തിലാണ്. അത്രയേറെ മുദ്രാവാക്യം വിളികളുമായൊക്കെ പലയിടത്തും ആളുകൾ എത്തിയിട്ടുണ്ട്. എന്താണ് ഇവിടുത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുക? രാഹുൽ 25,000 വോട്ടിന് വിജയിച്ചിരിക്കും. ഇവിടെ 20,000-നും 25,000-ത്തിനൊക്കെ കണക്കുകളാണ്. 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അതാ പറഞ്ഞു 1 ലക്ഷം ഒക്കെ എത്തിയിട്ടുണ്ട്. എന്തായാലും അത്ര വലിയ ആവേശത്തിലാണ്. എന്താണ് ഇവിടുത്തെ ഉറപ്പായിട്ട് രാഹുൽ ജയിച്ചിരിക്കും. 100% രാഹുൽ. ഞങ്ങൾ കൊല്ലം പത്തനാപുരത്താണ് വരുന്നത്. മണ്ഡലത്തിലുള്ള ആരുമില്ല.